ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചുവെന്നും അവൻ ബന്ധനത്തിലിട്ടിരുന്ന അനേകം സ്ത്രീകളെ ശ്രീകൃഷ്ണൻ ഏകൻ തന്നെ വിവാഹം ചെയ്തു എന്ന വൃത്താന്തം നാരദൻ കേട്ടപ്പോൾ ഇത്രയധികം ഭാര്യമാരോടുകൂടി കൃഷ്ണൻ രമിച്ചിരിക്കുന്നത് ഒന്നു കാണണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ഒരാൾ ഒരേ സമയത്ത് വെവ്വേറെ ഗൃഹങ്ങളിൽ വെച്ച് 16,000 സ്ത്രീകളെ വിവാഹം കഴിച്ച സംഗതി അത്യാശ്ചര്യകരം തന്നെ. ഭഗവാന്റെ ഈ മായാവൈഭവം കാണണമെന്നുള്ള കൗതുകത്തോടെ നാരദൻ ദ്വാരകയിലെത്തി. ആ ദ്വാരകാപുരിയിൽ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർക്ക് പ്രത്യേകം ഓരോ അന്തഃപുരമുണ്ട്. ആ പട്ടണത്തിലുള്ള എല്ലാ ഗൃഹങ്ങളെക്കാളും അത്യുന്നതങ്ങളായി കാണുന്ന ആ 16,000 ഭവനങ്ങളിൽ ഒന്നിൽ ശ്രീനാരദൻ പ്രവേശിച്ചു. ആ ഗൃഹത്തിൽ നാരദൻ ശ്രീകൃഷ്ണനെ ഭാര്യാസഹിതനായിട്ട് കണ്ടു. സ്വർണ്ണപ്പിടിയുള്ള വെഞ്ചാമരം എടുത്തുപിടിച്ച് സ്വന്തം കൈകൊണ്ട് സർവദാ വീശിക്കൊണ്ടിരിക്കുന്ന രുക്മിണിയോടുകൂടി ഭഗവാനെ കണ്ടു. ശ്രീ നാരദ മഹർഷിയെ കണ്ട മാത്രയിൽ ഭഗവാൻ രുക്മിണിയുടെ പര്യങ്കത്തിൽ നിന്നെഴുന്നേറ്റ് ശിരസ്സുകൊണ്ട് മഹർഷിയുടെ പാദയുഗളത്തിൽ നമസ്കാരം ചെയ്തെഴുന്നേറ്റ് തൊഴുതുകൊണ്ട് താനിരിക്കുന്ന സിംഹാസനത്തിൽ നാരദ മഹർഷിയെ ഇരുത്തി. ദേവർഷി ശ്രേഷ്ഠനായ നാരദനെ ശാസ്ത്രവിധിപ്രകാരം പൂജിച്ച ശേഷം അങ്ങേക്കായി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാരദനോട് ചോദിച്ചു. അപ്പോൾ നാരദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമം കാണുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 69-ാം അധ്യായത്തിലെ 17 മുതൽ 43 വരെയുള്ള 27 ശ്ലോകങ്ങൾ. 1-ാമത്തെ ശ്ലോകം. നാരദ ഉവാച നൈവാത്ഭുതം ത്വയി വിഭോഗില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമക്കലാനാം നിശ്രേയസായ ഹി ജഗത്സ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുകായ വിധാമസുഷ്ടു. ശ്രീകൃഷ്ണൻ ഈ വിധം ബഹുമാനിക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്ന വിചാരത്തോടുകൂടിയ നാരദൻ ഭഗവാന്റെ പ്രവൃത്തിയെ സാധൂകരിക്കാനായി പറയുന്നു. നാരദൻ പറഞ്ഞു, ഹേ സർവവ്യാപിൻ, സകല പ്രാണികളിലും ജീവരൂപേണ സ്ഥിതി ചെയ്യുന്ന അങ്ങ് സകല ജനങ്ങളിലും മിത്രഭാവത്തോടുകൂടി ഇരിക്കുന്നതിലും ലോകമര്യാദയെ അതിക്രമിച്ചു നടക്കുന്ന ദുഷ്ടന്മാരിൽ ദണ്ഡശിക്ഷ ഏൽപ്പിക്കുന്നതിലും ആശ്ചര്യം തോന്നാൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകമര്യാദ നിലനിർത്തി പരിപാലിക്കാനും സദാചാര അനുഷ്ഠാനത്താൽ അനായാസേന ജനങ്ങൾ സംസാര ദുഃഖത്തെ കടന്ന് പരമാനന്ദം പ്രാപിക്കാനുള്ള സന്മര്യാദ ഉറപ്പിക്കാനുമായിട്ടാകുന്നു അങ്ങ് മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നതെന്ന് അങ്ങയുടെ കാരുണ്യലേശത്തിനു പാത്രീഭൂതരായ എന്നെപ്പോലെയുള്ളവർ നന്നായി അറിയുന്നുണ്ട്. 2-ാമത്തെ ശ്ലോകം. ദൃഷ്ടം തവാംഘ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായംശ്ചരാമ്യനുഗൃഹാണ യഥാ സ്മൃതി സ്യാത്. അഗാധബോധത്തോടുകൂടിയ ബ്രഹ്മാദികളാൽ ഹൃദയത്തിൽ വിചിന്തനം ചെയ്യാൻ യോഗ്യമായും സംസാരമാകുന്ന കൂപത്തിൽ പതിച്ചവരുടെ ഉദ്ധരണത്തിന് ആശ്രയമായും ജനങ്ങളുടെ മോക്ഷത്തിന് സ്ഥാനവുമായിരിക്കുന്ന അങ്ങയുടെ പാദയുഗളം എനിക്ക് കാണാൻ സാധിച്ചു. ഈ ദർശനം ലഭിച്ച ഞാൻ കൃതാർത്ഥനായി. എൻ്റെ ഹൃദയം ഇതിൽ നിന്നും ചലിക്കാൻ ഇടവരാതിരിക്കത്തക്ക വിധം അങ്ങെന്നെ അനുഗ്രഹിക്കണം. എന്നാൽ ഞാൻ ഈ പാദയുഗളത്തെ ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊള്ളാം. 3-ാമത്തെ ശ്ലോകം. തതോന്യഥാ വിശദ്ഗേഹം കൃഷ്ണപത്ന്യാ സനാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായ വിവിത്സയാ. ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു വണങ്ങിയ ആ നാരദ മഹർഷി ഭഗവാന്റെ അചിന്ത്യയോഗമായ വൈഭവം അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി രുക്മിണിയുടെ ആ ഭവനത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭാര്യയായ സത്യഭാമയുടെ ഗൃഹത്തിലേക്ക് പോയി. 4-ാമത്തെ ശ്ലോകം. ദിവ്യന്തമക്ഷൈസ്തത്രാഭിപ്രിയയാ ചോദ്ധവേന ച പൂജിതപരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിഃ. അവിടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രിയയായ ഭാമയോടും പ്രിയനായ ഉദ്ധവനോടും കൂടി ചൂതുകളിച്ചുകൊണ്ടിരിക്കുന്നത് നാരദൻ കണ്ടു. നാരദനെ കണ്ട ഉടനെ ഭഗവാൻ പരമഭക്തിയോടുകൂടി എഴുന്നേറ്റ് എതിരേറ്റ് സ്വീകരിച്ച് ആസനാദികൾ നൽകി സൽക്കരിച്ചു. 5-ാമത്തെ ശ്ലോകം.
പൃഷ്ടശ്ച വിദുഷേ വാസോ കഥായാതോ ഭവാനിധി ക്രിയതേ കിം नु പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭിः. ഒന്നും അറിയാതിരിക്കുന്നവൻ എന്ന നാട്യത്തോടെ ഭഗവാൻ ശ്രീനാരദനോട്, അങ്ങ് എപ്പോൾ ഇവിടെ വന്നു? കുറേ നേരമായോ വന്നിട്ട്? പരിപൂർണരായ അങ്ങയെപ്പോലെയുള്ള മഹാന്മാർക്ക് എന്നെപ്പോലെയുള്ള അപൂർണന്മാരെ കൊണ്ട് എന്തോന്ന് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുകയും ചെയ്തു. 6-ാമത്തെ ശ്ലോകം. അദാഭിബ്രൂഹിനോ ബ്രഹ്മൻ ജന്മൈതച്ചോപനം കുരു സതു വിസ്മിത ഉത്തായ തൂഷ്ണീമന്യതകാത് ഗൃഹം. പരിപൂർണമായ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന അങ്ങേക്ക് യാതൊന്നും ആവശ്യമുണ്ടായിരിക്കുകയുമില്ല. എങ്കിലും എൻ്റെ ഈ ജന്മത്തെ സഫലമാക്കി തീർക്കാനായി അങ്ങയുടെ ഏതെങ്കിലും ഒരാഗ്രഹം സാധിപ്പിക്കണമെന്നുള്ള ആജ്ഞയെ ചെയ്താലും എന്നിങ്ങനെ ഭഗവാൻ പറയുന്നത് കേട്ട് പരമാത്ഭുതഭരിതനായ നാരദൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു ഭവനത്തിലേക്ക് പോയി. 7-ാമത്തെ ശ്ലോകം. തത്രാപ്യചഷ്ടഗോവിന്ദം ലാളയന്തം സുധാശ്ചിശൂൻ തതോന്യസ്മിൻ ഗൃഹേ പശ്യൻ മജ്ജനായ കൃതോദ്യമം. അവിടെയും ഭഗവാൻ കൃഷ്ണൻ ശിശുക്കളായ സന്താനങ്ങളെ ലാളിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടു. പിന്നീട് അവിടെ നിന്നും മറ്റൊരു ഗൃഹത്തിലേക്ക് പോയി. അവിടെ ഭഗവാൻ കുളിക്കാനൊരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കണ്ടു. 8-ാമത്തെ ശ്ലോകം. ജുഹ്വന്തം ച വിദാനാഗ്നീൻ യജന്തം പഞ്ചഭിർമഖൈഃ ഭോജയന്തം ദ്വിജാൻ കോപി ഭുഞ്ജാനാമവശേഷിതം. ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ പ്രാതകാലത്തിൽ നടത്തേണ്ട അഗ്നിഹോത്രം കഴിക്കുന്നതായിട്ടും മറ്റൊന്നിൽ ദേവയത്നം, പിതൃയത്നം മുതലായ പഞ്ചമഹായത്നങ്ങൾ കൊണ്ട് ദേവാദികളെ സംതൃപ്തി വരുത്തുന്നതായിട്ടും മറ്റൊന്നിൽ ബ്രാഹ്മണർക്ക് അന്നം കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഭുജിക്കുന്നതായിട്ടും കണ്ടു. 9-ാമത്തെ ശ്ലോകം. കോപി സന്ധ്യാമുപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ചാസി ചർഭ്യാം ചരന്തമസി വർമ്മസു. വേറൊരു ദിക്കിൽ ചെന്നപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ടും മറ്റൊരു ദിക്കിൽ ചെന്നപ്പോൾ മൗനത്തോടുകൂടി ഗായത്രിയാദി മന്ത്രം ജപിക്കുന്നതായിട്ടും മറ്റൊന്നിൽ വാളും പരിചയമെടുത്ത് കളരിയിൽ ചെന്ന് അഭ്യാസം ശീലിക്കുന്നതായിട്ടും കണ്ടു. 10-ാമത്തെ ശ്ലോകം. ഐശ്വര്യജൈരതൈ ക്വാഭി വിചരന്തം ഗദാഗ്രജം ഖോജിച്ചയാനം പര്യങ്കേ സ്തൂയമാനം ച വന്ദിഭിഃ. വേറൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ കുതിരയിലും മറ്റൊന്നിൽ ചെന്നപ്പോൾ ആനയിലും പിന്നൊന്നിൽ ചെന്നപ്പോൾ തേരിലും കയറിയിരുന്നു സഞ്ചരിക്കുന്നതായിട്ടും മറ്റൊന്നിൽ പോയപ്പോൾ കാട്ടിൽ കിടക്കുന്നതായിട്ടും വേറൊന്നിൽ ചെന്നപ്പോൾ സ്തുതിപാഠകന്മാർ കൃഷ്ണനെ സ്തോത്രം ചെയ്യുന്നതായിട്ടും കണ്ടു. 11-ാമത്തെ ശ്ലോകം. മന്ത്രയന്തം ച കസ്മിൻ ചിന്മന്ത്രിഭിശ്ചോദവാദിഭിഃ ജലക്രീഡാരതം ക്വാഭി വാരമുഖ്യവലാവൃതം. ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഉദ്ധവാദി മന്ത്രികളോട് കാര്യാലോചന ചെയ്തിരിക്കുന്നവനായിട്ടും വേറൊന്നിൽ ചെന്നപ്പോൾ വാരസ്ത്രീകളോടൊന്നിച്ച് ജലക്രീഡ തൽപരനായിട്ടും കണ്ടു. 12-ാമത്തെ ശ്ലോകം. കുത്രചിദ്വിജമുഖ്യേഭ്യോ ദദദം ഗാസൊലംകൃതാഃ ഇതിഹാസപുരാണാനി ശൃണ്വന്തം മംഗലാനി ച. ഒരിടത്തു പോയപ്പോൾ ഭഗവാൻ കൊമ്പും കുളമ്പും സ്വർണം കൊണ്ട് കെട്ടി അലങ്കരിച്ച പശുക്കളെ ഗൃഹസ്ഥന്മാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതായിട്ടും മറ്റൊരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുണ്യകഥകളടങ്ങിയിരിക്കുന്ന ഇതിഹാസ പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടു. 13-ാമത്തെ ശ്ലോകം. ഹസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയയാ ഗൃഹേ ക്വാപി ധർമ്മം സേവമാനാർത്ഥം അകാമൗ ച കുത്രചിത്. ഒരു സമയത്തിൽ ഭാര്യാസമേതനായി നേരം പോക്കു പറഞ്ഞു ഹസിക്കുന്നവനായിട്ടും ഒരിടത്ത് ധർമ്മകാര്യത്തെയും മറ്റൊരിടത്ത് അർത്ഥകാര്യത്തെയും വേറൊരിടത്ത് കാമപുരുഷാർത്ഥത്തെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ടും കണ്ടു. 14-ാമത്തെ ശ്ലോകം. ധ്യായന്തേ മേഘമാസീനം പുരുഷം പ്രകൃതേ പരം ശുശ്രൂഷന്തം ഗുരൂൻ ക്വാവി കാമൈർഭോഗൈ സപര്യയ. ഒരിടത്ത് ഏകനായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിച്ചിരിക്കുന്നവനായും മറ്റൊരിടത്ത് ആചാര്യന്മാരെയും ഗുരുജനങ്ങളെയും
അവരുടെ ഇഷ്ടാനുസരണമായ പദാർത്ഥങ്ങൾ കൊടുത്തും മറ്റും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതും കണ്ടു. 15 ശ്ലോകം. കുർവന്തം വിഗ്രഹം കശ്ചിത് സന്ധിം ചാന്യത്ര കേശവം കുത്രാപി സഹരാമേണ ചിന്തയന്തം സദാം ശിവം. വേറൊരിടത്തിൽ മറ്റു ചിലരോട് കലഹിച്ചുകൊണ്ടും മറ്റൊന്നിൽ ചിലരോട് സന്ധി ചെയ്തുകൊണ്ടും അന്യഭവനത്തിൽ ജ്യേഷ്ഠനായ ബലരാമനോട് ചേർന്ന് ലോകക്ഷേമത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടുമിരിക്കുന്നതും കണ്ടു. 16ഉം 17ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയാം. പുത്രാണാം ദുഹിതॄണാം ച കാലേ വിദ്യുവയാപനം ദാരേർവരൈസ്തൽസദൃശൈഃ കൽപ്പയന്തം വിഭൂതിഭിഃ പ്രസ്താവനോപാനയാനൈരപത്യാനാം മഹോത്സവാൻ വീക്ഷ്യ യോഗേശ്വരേശസ്യ യേഷാം ലോകാ വിസിസ്മിരേ. ഒരിടത്തു ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ പുത്രന്മാരുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടും മറ്റൊരിടത്തിൽ പുത്രിമാരുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അവരുടെ അനുരൂപ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭവനങ്ങളിലേക്ക് വേണ്ടുന്ന സമ്പത്തുക്കൾ കൊടുത്ത് അവരെ അയക്കേണ്ട കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും ഇരിക്കുന്നത് കണ്ടു. പെൺമക്കളെ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെടുവിച്ചയക്കുക, ചിലരുടെ ഭർത്താക്കന്മാരെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ആൺമക്കളുടെ ഭാര്യമാരെ അവരുടെ പിറന്ന ഗൃഹങ്ങളിലേക്ക് അയക്കുക, ചിലരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നിങ്ങനെ ഭഗവാൻ മക്കളുടെ മഹോത്സവങ്ങൾ ജനങ്ങൾ കണ്ട് ആനന്ദിച്ച് വിസ്മയിക്കത്തക്ക വിധമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അതിജാഗരൂകനായിരിക്കുന്നത് കണ്ടു. 18 ശ്ലോകം. യജന്തം സകലാൻ ദേവാൻ ക്വാഭിക്രതുഭിരൂർജിതൈഃ പൂർത്തയന്തം ക്വചിത് ധർമ്മം കൂപാരാമമടാദിഭിഃ. ഒരു ദിക്കിൽ ചെന്നപ്പോൾ ഭഗവാൻ ബഹുദക്ഷിണാപൂർവം ഉത്കൃഷ്ടങ്ങളായ യാഗങ്ങൾ ചെയ്ത് തൻ്റെ അംശഭൂതന്മാരായ സകല ദേവന്മാരെയും തൃപ്തിപ്പെടുത്തുന്നതായിട്ടും മറ്റൊരു ദിക്കിൽ ചെന്നപ്പോൾ കിണർ കുഴിക്കുക, ജനങ്ങൾക്ക് വന്നിരുന്ന് വിശ്രമിക്കാനായി പൂന്തോട്ടം നിർമ്മിക്കുക, വഴിപോക്കർക്ക് താമസിക്കാനായി സത്രങ്ങളും മഠങ്ങളും നിർമ്മിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളിൽ ധർമ്മത്തെ പൂർത്തിപ്പെടുത്തുന്നവനായിട്ടും കണ്ടു. 19 ശ്ലോകം. ചരന്തം മൃഗയാം ക്വാപി ഹയമാരൂഹ്യ സൈന്ധവം ഗ്രന്ഥം തദപ്പശൂന്മേദ്യാൻ പരീതം യദുപുങ്കവൈഃ. ഒരിടത്ത് പോയപ്പോൾ ഭഗവാൻ അതിവേഗത്തിൽ പായുന്നതിന് കീർത്തിപ്പെട്ട സിന്ധുദേശത്തിലുണ്ടായ കുതിരയുടെ പുറത്തുകയറി നായാട്ടു ചെയ്ത് പരിശുദ്ധങ്ങളായ മൃഗങ്ങളെ യദുശ്രേഷ്ഠന്മാരോടും കൂടെ ചേർന്ന് കൊല്ലുന്നവനായിട്ടും കണ്ടു. 20 ശ്ലോകം. അവ്യക്തലിംഗം പ്രകൃതിക്ഷന്ത പുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തൽഭാവബുഭുത്സയാ. ചില ദിക്കിൽ യോഗേശ്വരനായ കൃഷ്ണൻ വേഷപ്രച്ഛന്നനായിട്ട് പ്രജകളുടെ ഇടയിൽ നടക്കുന്ന രഹസ്യകാര്യങ്ങൾ അറിവാനായിട്ടും അന്തഃപുരങ്ങളിലും പ്രജകൾ വസിക്കുന്ന ഭവനങ്ങളിലും സഞ്ചരിക്കുന്നവനായിട്ടും കണ്ടു. 21 ശ്ലോകം. അധോവാച ഋഷികേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീമീയുഷോ ഗതിം. മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ യോഗമായ വൈഭവത്തെ ഇങ്ങനെ പ്രത്യേകമായും പ്രത്യക്ഷമായും കണ്ട നാരദൻ മന്ദസ്മിതത്തോടെ ഇന്ദ്രിയങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. വിധാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭവത്പാദ നിഷേവയാ. ഹേ യോഗേശ്വര, മായയെ വശത്താക്കിയിരിക്കുന്നവർക്ക് കാണാൻ കഴിയാതിരിക്കുന്ന അങ്ങയുടെ യോഗമായാശക്തികളെ അങ്ങയുടെ പാദസേവ കൊണ്ട് ഞങ്ങൾ അറിയുന്നു. 23 ശ്ലോകം. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാ പ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാംബുവന പാവനീം. മനുഷ്യരൂപം എടുത്ത് ലോകങ്ങളെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ ഈ നാട്യം എന്നെ മോഹിപ്പിക്കുന്നു. ഹേ ദേവ, എനിക്ക് അനുമതി തന്നാലും. അങ്ങയുടെ കീർത്തി ഈ ലോകത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും കേൾക്കുന്നവരെയും ഗാനം ചെയ്യുന്നവരെയും ഒരുപോലെ പരിശുദ്ധമാക്കി തീർക്കുന്ന അങ്ങയുടെ ഈ ചരിത്രം ഗാനം ചെയ്തും കൊണ്ട് ഞാൻ 4 ഭാഗത്തും സഞ്ചരിച്ചു കൊള്ളാം. 24 ശ്ലോകം. ശ്രീ ഭഗവാനുവാച. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത
തച്ചിഷയം ലോകമിമം ആസ്തിതപുത്രമാഖിതഃ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളോനെ, ധർമ്മത്തിൻ്റെ വക്താവും കർത്താവും അതിനെ അനുമോദിക്കുന്നവനുമായ ഞാൻ ഈ ലോകം ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കുവാനായി ഗൃഹസ്ഥാശ്രമത്തെ അഭ്യസിപ്പിക്കുന്നവനായിട്ട് ഇങ്ങനെ ഗൃഹസ്ഥനായി ആ ധർമ്മം നടത്തുന്നു. ഹേ മകനെ, നീ അതുകൊണ്ട് ഖേദിക്കരുത്. 25-ാമത്തെ ശ്ലോകം. ശ്രീ ശുക ഉവാച. ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേദിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. ഇപ്രകാരം ഗൃഹസ്ഥാശ്രമത്തിൽ പരിശുദ്ധങ്ങളായ ശോഭനകർമ്മങ്ങൾ ഭഗവാൻ ഒരുവൻ തന്നെ വെവ്വേറെ മൂർത്തികൾ ധരിച്ച് ഗൃഹധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് നാരദ മഹർഷി വളരെ ആശ്ചര്യപ്പെട്ടു എന്ന് ശുകമഹർഷി പരീക്ഷിത്തിനോട് പറയുന്നു. 26-ാമത്തെ ശ്ലോകം. കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിരഭൂത് വിസ്മിതോ ജാത കൗതുകഃ. ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത മഹാവീര്യത്തോടുകൂടിയ ശ്രീകൃഷ്ണൻ്റെ അചിന്ത്യമായാശക്തി വിശേഷം കണ്ട് കൗതുകത്തോടുകൂടിയ നാരദ മഹർഷി വളരെ ആശ്ചര്യപ്പെട്ടു. 27-ാമത്തെ ശ്ലോകം. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിതപ്രീതസ്തമേവാനുസ്മരണ്യയോ. ഇപ്രകാരം അർത്ഥകാമങ്ങളിൽ ശ്രദ്ധയുള്ള മനസ്സോടുകൂടിയ ശ്രീകൃഷ്ണനാൽ വേണ്ടവിധം സൽക്കരിക്കപ്പെട്ടും പരമപ്രീതിയോടുകൂടിയും ഇരിക്കുന്ന ശ്രീ നാരദൻ ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. നാരദൻ്റെ സ്തുതി അവസാനിച്ചു. ഹരി ഓം.